ബി.ജെ.പിയുടെ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 2014 ശേഷമാണ് ഇന്ത്യ രൂപം കൊണ്ടത് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യമല്ല എന്നുള്ളൊരു സാമാന്യ ബോധമെങ്കിലും രാജീവ് ചന്ദ്രശേഖർക്ക് ഉണ്ടാവണ്ടേ? വലിയ ഗുരുതരമായ ആരോപണത്തിന് നാക്ക് കടിച്ചാണ് മറുപടി കൊടുത്തത്. സൈബർ ഹാൻഡിലുകളിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ സുരേന്ദ്രനും വി മുരളീധരനുമാണ് ഇതിന്റെ പിന്നിലെന്നാണ്. രാജീവ് ചന്ദ്രശേഖരെ കേന്ദ്ര സഹമന്ത്രി ആക്കില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞയാളാണ് ഇപ്പോൾ പറയുന്നത് കേരളത്തിൽ വന്ന് രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കാൻ ഞാൻ പോവുകയാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ രാജി വരും ദിവസങ്ങളിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് രാജീവ് ചന്ദ്രശേഖരനെതിരെയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയുള്ള ഭൂമി ഇടപാടുകളാണ് പുറത്തു വരുന്നത്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയങ്ങളൊക്കെ നടക്കുമ്പോഴും മറ്റു പല കാര്യങ്ങളിൽ അഭിപ്രായം പറയുക, സ്റ്റേറ്റ്മെന്റ് നടത്തുകയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലെന്തെങ്കിലും രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ? അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖരൻ അതിജീവിക്കാൻ പോകുന്നത്? രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് പോലും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ രാജീവ് ചന്ദ്രശേഖർ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2014 തുടങ്ങിയല്ല ഇന്ത്യയിലുള്ളത്. ഇത് 1947 ശേഷം രൂപം കൊണ്ടിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിനുശേഷം ഇവിടെ ഒരു കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നു, ജനാധിപത്യ രീതിയിലുള്ള ഒരു സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ വന്നിട്ടുള്ള എല്ലാ കേന്ദ്ര സർക്കാരുകളും ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് A.B. വാജ്പേയി പ്രധാനമന്ത്രിയായിട്ടിരുന്ന 5 വർഷം ഉൾപ്പെടെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിട്ടിരുന്ന കാലഘട്ടത്തിലും ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലും മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലും P.V. നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിലും രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലും ഒക്കെ ഇന്ത്യയിൽ അത് വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിന്റെ ബാക്കി മാത്രമാണ് ഇപ്പോൾ നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് വാസ്തവം. പക്ഷെ ഇവരൊക്കെ ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ബി.ജെ.പിയുടെ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 2014 ശേഷമാണ് ഇന്ത്യ രൂപം കൊണ്ടത് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വിഡ്ഢികളുടെ സ്വർഗത്തിൽ എന്നുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 58 ലക്ഷത്തോളം ആളുകൾക്ക് തൊഴിൽ നൽകി എന്നാണ് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് എന്നാണ് പറയുന്നത്. തൊഴിലുറപ്പ് പദ്ധതി, ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ രൂപം കൊടുത്ത പദ്ധതിയാണ്. അത് അന്ന് തുടങ്ങിയുണ്ട്. ഇതൊന്നും കേന്ദ്ര സർക്കാർ അതോടൊപ്പം തന്നെ അന്നദാന പദ്ധതിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കേട്ടു. ഈ അന്നദാന പദ്ധതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ ജനങ്ങളുടെ അവകാശമാണെന്നേ. അതായത് ഭക്ഷണം ഒരുത്തന്റെ മൗലിക അവകാശമാണ് എന്നുള്ള രീതിയിൽ ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഈ രാജ്യത്ത് ഒരുത്തരം പട്ടിണി കിടക്കാൻ പാടില്ല. അതാണ് ശരിക്കുള്ള നിയമം. കേന്ദ്ര സർക്കാർ നികുതി പിരിച്ചുകൊണ്ടു പോകുന്നു. അതിനുശേഷം അത് സംസ്ഥാനങ്ങൾക്ക് വിവിധ പദ്ധതികളായിട്ടും റോഡുകളായിട്ടും റെയിലൊക്കെ ആയിട്ട് തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യമല്ല എന്നുള്ളൊരു സാമാന്യ ബോധമെങ്കിലും രാജീവ് ചന്ദ്രശേഖർക്ക് ഉണ്ടാവണ്ടേ? മറിച്ച് ഏതാണ്ട് ബി.ജെ.പി അങ്ങോട്ട് തരുന്നു, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തരുന്നു. അങ്ങനെയാണോ അതിന്റെ അർത്ഥം? പ്രധാനമന്ത്രി, നമ്മൾ സമ്മതിക്കുന്നു, പ്രധാനമന്ത്രി തന്നെയാണ് തരുന്നത്. പക്ഷെ കേന്ദ്ര സർക്കാരിന്റെ കടമയാണെന്നേ അത്. ഇവിടുത്തെ ഇന്ത്യയിലെ ഓരോ പൗരന്റെയും അവകാശമാണത്. അതല്ല തന്നുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇത്ര വലിയൊരു വീമ്പിളക്കേണ്ടത് ഇതെല്ലാം കേന്ദ്ര സർക്കാരിന്റെയാണ്. കേന്ദ്ര സർക്കാർ അതേതാ കേന്ദ്ര സർക്കാരിന്റെ ആയിക്കൊള്ളട്ടെ. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതിയിൽ നിന്നല്ല തിരിച്ചു തരുന്നത്. അതല്ലാണ്ട് ബി.ജെ.പിയുടെ ഒഫീഷ്യൽ ഫണ്ടിൽ നിന്നാണോ ഈ കേരളത്തിലേക്ക് ഫണ്ട് തന്നുകൊണ്ടിരിക്കുന്നത്? കേരള സർക്കാരിന് ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ കേരള സർക്കാർ എന്ന് പറയുന്നത് എന്താ CPM-ന്റെ സ്വന്തമാണ്? അല്ലല്ലോ. കേരള സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരാണ്. ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരുടെയും മുഖ്യമന്ത്രിയാണ്. ഇവിടുത്തെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയക്കാരുടെയും പ്രധാനമന്ത്രിയാണ്. ആ ഒരു ബോധ്യം വേണ്ടേ? ഒന്നുമല്ലെങ്കിലും കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന് ഉണ്ടാകേണ്ട ചില സാമാന്യ ബോധമെങ്കിലും ഈ സംസ്ഥാന പ്രസിഡന്റിന് ഉണ്ടാവണ്ടേ? അതില്ലെന്നാണ് പറയുന്നത്. അതില്ലെന്നാണ് പറയുന്നത്. സത്യം ഇന്നിപ്പോ പറഞ്ഞിരിക്കുന്നുണ്ടല്ലേ. അതായത് ബി.ജെ.പിയുടെ കെ സുരേന്ദ്രൻ ഇന്നലെ എന്താ പറഞ്ഞത്? എല്ലാരെ കുറിച്ചും പഠിപ്പിക്കേണ്ടി വരും, ഹെഡ്ഗേവാറിനെ കുറിച്ചും പഠിപ്പിക്കേണ്ടി വരും, സവർക്കറിനെ കുറിച്ചും പഠിപ്പിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞെടുത്ത് ഇന്ന് രാജീവ് ചന്ദ്രശേഖർ അത് അക്കാഡമിക്കലി അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ബി.ജെ.പി നേതാക്കന്മാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ കേന്ദ്രം എന്തെങ്കിലും ഒരു പദ്ധതി എന്തെങ്കിലും കൊണ്ടുവന്നു കഴിയുമ്പോൾ അത് നടപ്പാക്കണോ വേണ്ടയോ എന്നുള്ളത് ഇവിടുത്തെ നേതാക്കൾ തീരുമാനിക്കുന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ഇവർ വിചാരിക്കുന്നത് ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള GST പിരിച്ചുകൊണ്ട് പോയതിനു ശേഷമാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്നും അത് ഇവിടുത്തെ ആളുകളുടെ അവകാശമാണെന്നും ഉള്ള ഒരു ധാരണയിലാണ് പറയുന്നതാണത്. അവർക്ക് കിട്ടുന്ന സ്റ്റഡി ക്ലാസ് എങ്ങനെയാണ്? തൊഴിലുറപ്പ് പദ്ധതി ആര് കൊണ്ടുവന്നത്? UPA ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. അത് ഇടതുപക്ഷമാണ് അത് സജസ്റ്റ് ചെയ്തത്. ഒന്നാമത് UPA സർക്കാർ കാലഘട്ടത്തിലാണ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിവിധ പദ്ധതികൾ രാജ്യത്ത് വരുമെന്നേ. മൻമോഹൻ സിംഗ് തുടക്കം കുറിച്ചിട്ടുള്ള ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഇതേ രീതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്കിലും മനസ്സിലാക്കണ്ടേ? നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നതല്ല. പക്ഷേ നമ്മൾ വിഷയത്തിലേക്ക് വരേണ്ടതുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഇന്ന് റിപ്പോർട്ടർ TV ഇന്നലെ പുറത്തുവിട്ട വലിയ ഗുരുതരമായ ആരോപണത്തിന് നാക്ക് കടിച്ചാണ് മറുപടി കൊടുത്തത്. അതിന്റെ ഉടമസ്ഥർക്ക് എതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ നിയമ നടപടി
നടപടി ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭീഷണിയുടെ സ്വരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ഈ 175 ഏക്കർ സ്ഥലം, സർക്കാരിന്റെ സ്ഥലം കട്ടെടുത്ത് വിറ്റതിനെ കുറിച്ചൊന്നും അദ്ദേഹത്തിന് പറയാനില്ല. 333 കോടി രൂപയുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇത് അവിടുത്തെ ജഗദീഷ് എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയതിനു ശേഷം അവിടെ നിന്നും പുറത്തു വന്നിരിക്കുന്ന രേഖകളാണ്. ആ രേഖകൾക്ക് മറുപടി പറയാതെ ഒളിച്ചോടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ഈ BJP സൈബർ ഹാൻഡിലുകളിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ സുരേന്ദ്രനും വി മുരളീധരനുമാണ് ഇതിന്റെ പിന്നിലെന്നാണ്. അല്ല, ആണെങ്കിൽ ആയിക്കോട്ടെ, പക്ഷേ സത്യമല്ലേ? സത്യമാണല്ലോ. ഒരു സത്യം വിളിച്ചു പറയുമ്പോൾ ഇന്ന് അദ്ദേഹം വന്നിട്ട് പറഞ്ഞ എന്താണ്? കേരളത്തിലെ രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അത് പൂർത്തിയാക്കാതെ ഞാൻ ഈ കേരളം വിട്ടു പോകത്തില്ല എന്ന് ഇന്ന് പല മലയാളികളും ട്രോളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഇദ്ദേഹത്തിന് കർണാടകയിൽ നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ടാണോ അദ്ദേഹം കേരളത്തിൽ വന്ന് താമസിക്കുന്നത് എന്ന് വരെ ചോദിക്കുന്ന ആളുകളുണ്ടെന്നേ. തിരുവനന്തപുരത്ത് പാർലമെന്റിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ താൻ കേന്ദ്രമന്ത്രിയാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ തെറ്റിദ്ധരിച്ചിരുന്നു. രാജീവ് ചന്ദ്രശേഖരെ കേന്ദ്ര സഹമന്ത്രി ആക്കില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ പറയുന്നത് കേരളത്തിൽ വന്ന് രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കാൻ ഞാൻ പോവുകയാണെന്ന്. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കിയേ. കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള BJP നേതാക്കന്മാർ, ഇപ്പൊ MT രമേശ് ആയിക്കോട്ടെ, ശോഭാ സുരേന്ദ്രൻ ആയിക്കൊള്ളട്ടെ, ഇവരിൽ ആരെങ്കിലുമൊക്കെ BJPയുടെ സംസ്ഥാന അധ്യക്ഷയാകും അല്ലെങ്കിൽ അധ്യക്ഷനാകും എന്ന് കരുതിയിരുന്ന സ്ഥലത്തേക്കാണ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു ഇടിച്ചു കയറി രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വരുന്നത്. അല്ല, അതിന്റെ എല്ലാ പോരായ്മകളും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും അദ്ദേഹത്തിന്റെ രീതികളിലും എല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഒരാൾക്ക് പോലും മനസ്സിലാവുന്നില്ല. രാഷ്ട്രീയമായ ഒരു ഇടപെടലുകൾ നടത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. രാഷ്ട്രീയം ശുദ്ധീകരിക്കാൻ വന്ന ഒരാള് രാഷ്ട്രീയം പറയുകയെങ്കിലും വേണ്ടേ? ഇവിടെ എത്രയോ ഗുരുതരമായ ആരോപണങ്ങൾ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നു. ലൈംഗിക ആരോപണ കേസുകൾ വരെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ ഉയർന്നു വന്നിട്ടില്ലേ? സാമ്പത്തിക ആരോപണങ്ങൾ ഇതിനു മുമ്പ് ഉയർന്നു വന്നിട്ടില്ലേ? അതിനെയൊക്കെ ആ നേതാക്കന്മാർ കൃത്യവും വ്യക്തവുമായ രീതിയിൽ നേരിടുകയല്ലേ ചെയ്തിട്ടുള്ളത്. മറിച്ചൊരു വാർത്താ മാധ്യമം ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നാക്ക് കടിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന രീതിയാണ് ശരിയെന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയത്. അതിനുശേഷം പറയണം മെസ്സി സ്കാം ആണെന്ന്. ഇങ്ങനെയൊക്കെയാണോ ഒരു വിഷയത്തെ അഡ്രസ് ചെയ്യേണ്ടത്? കേരളത്തിലെ രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കാൻ വന്ന രാജീവ് ചന്ദ്രശേഖർ ഏറ്റവും വലിയ അഴിമതിക്കാരനാണെന്ന് കേരളം ഇപ്പോൾ മനസ്സിലാക്കിയില്ലേ? ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ ഇതിനകത്ത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മറുപടി പറയണമെന്ന്. ഇതിനകത്ത് നിശബ്ദത പാലിക്കുകയാണ് ചില മാധ്യമങ്ങൾ. നിശബ്ദത പാലിക്കുകയാണ്. അവരുടെ ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് കട്ടായി പോകുമോ എന്നുള്ളൊരു ഭയപ്പാടിലാണ് അവരുള്ളത്. അതല്ല എങ്കിൽ ഈ വാർത്ത എന്തുകൊണ്ടാണ് മറ്റുള്ളവർ റിപ്പോർട്ട് ചെയ്യാത്തത്? ഇന്ന് വന്നതിന് ശേഷം രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം നടത്തി ഈ അഴിമതിയെ കുറിച്ച് സംസാരിച്ചു? ഇല്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഈ കമ്പനിയുടെ ഉടമസ്ഥന്മാരെ ക്രിമിനലുകളാണ്, സ്കാം ചെയ്യുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറണോ? ആയിക്കൊള്ളട്ടെ, കേന്ദ്ര സർക്കാർ ഇവരുടെ കയ്യിലല്ലേ, ED ഇവരുടെ കയ്യിലല്ലേ, ഇവർക്ക് അന്വേഷിച്ചുകൂടെ? ഇവരന്വേഷിച്ചോട്ടെന്നേ. പക്ഷെ സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ രാജി വരും ദിവസങ്ങളിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇതിപ്പോ കെ സുരേന്ദ്രനും വി മുരളീധരനും തന്നെയാണ് ഇതിന്റെ പിന്നിലെങ്കിലും കേരളത്തിലെ ആയിരക്കണക്കിന് BJPയുടെ പ്രവർത്തകർ, അതായത് ഇന്നലെ രാവിലെ BJPയിൽ ചേർന്ന അല്ലെങ്കിൽ ഓട് പൊളിച്ച് BJPക്കകത്ത് കയറിയ ആളുകളല്ല, BJPക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ഒട്ടിച്ചും വെള്ളം കോരിയും നടന്നിട്ടുള്ള രക്തസാക്ഷികളായിട്ടുള്ള കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJPക്ക് വേണ്ടി പണിയെടുത്തിട്ടുള്ള BJPക്കാരനായിട്ടുള്ള ഒരു സംസ്ഥാന അധ്യക്ഷൻ വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എനിക്ക് തോന്നുന്നു BJPയിലെ ഒട്ടുമിക്ക പ്രവർത്തകരും രാജീവ് ചന്ദ്രശേഖറിനെതിരാണ്. രാജീവ് ചന്ദ്രശേഖർ സ്വയം ഒഴിയുകയാണ് വേണ്ടത്. BJPക്കാരുടെ മുഴുവൻ ഒരു പ്രാർത്ഥനയായിട്ട് കരുതുക, അഭ്യർത്ഥനയായിട്ട് കരുതുക. കേരളത്തിൽ എത്രയോ BJPക്കാർ നമ്മളെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ടെന്നറിയോ? ഇദ്ദേഹം BJPയെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും താഴേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അതിനെ ആരും പറയേണ്ട കാര്യമില്ല. TV തുറക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രാജീവ് ചന്ദ്രശേഖരൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം നേമത്ത് ഇദ്ദേഹത്തിന് ഈസി ആയിട്ട് വിജയിക്കാം. ഈ രീതിയിലാണെങ്കിൽ നേമത്ത് ഈസി ആയിട്ട് വിജയിക്കാം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മഞ്ചേശ്വരത്ത് ഒരുപക്ഷെ വിജയിച്ചേക്കാം. പിന്നെ തിരുവനന്തപുരത്ത് 1-2 സീറ്റുകൾ കൂടി ഉണ്ട്. കൊല്ലത്ത് ഒരു സീറ്റുണ്ട്, ആലപ്പുഴയിൽ ഒരു സീറ്റ്, ഇങ്ങനെയൊക്കെ ഒരുപക്ഷെ പാലക്കാട്, ഇങ്ങനെയൊക്കെ ഏതാനും ഒരു 4-5 സീറ്റുകളൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ ഒരു സംഭവമായിട്ട് BJP മാറും. അതായത് ഈ ശിക്കാരി ശംഭുവിന് ലോട്ടറി അടിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷയാണ് ഇരിക്കുന്നത്. പക്ഷെ ആ പ്രതീക്ഷയൊന്നും വേണ്ട. താങ്കളാണ്, രാജീവ് ചന്ദ്രശേഖരാണ് കേരളത്തിൽ BJPയെ നയിക്കുന്നതെങ്കിൽ BJP 2026 തെരഞ്ഞെടുപ്പിൽ വെറും ബിഗ് സീറോ ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഇനി എങ്ങനെയെങ്കിലും ലോട്ടറി അടിച്ച് മഞ്ചേശ്വരത്ത് നിന്ന് കെ സുരേന്ദ്രൻ വിജയിച്ചു വന്നാൽ ആയി എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ആ ഒരു കോൺഫിഡൻസിലൊന്നും ഇരിക്കേണ്ട. വെറുതെ അങ്ങ് ജനങ്ങൾ വന്ന് വോട്ട് ചെയ്യും എന്നുള്ളൊരു തെറ്റിദ്ധാരണയും രാജീവ് ചന്ദ്രശേഖരന് ഉണ്ടാവേണ്ടതില്ല എന്നാണ് പറയാനുള്ളത്.